ചോദ്യം നമ്പർ 93 ശ്രീമതി ഉമാ തോമസ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. സർ, ചോദ്യം എ. ഭൂരേഖകൾ ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് അനുബന്ധ സർക്കാർ സേവനങ്ങൾ സുരക്ഷിതവും സുതാര്യമാക്കുന്നതിനായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാന ഭൂരേഖകളായ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ BTR, തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ വഴി ലഭ്യമാക്കി വരുന്നു. കൂടാതെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ സേവനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന ഏകീകൃതമായി ലഭ്യമാക്കി വരുന്നു. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ രേഖകളെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച എൻ്റെ ഭൂമി പോർട്ടലിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ വില്ലേജുകളിലെ ലഭ്യമായ മുൻ സർവേ രേഖകളും റീസർവേ വില്ലേജുകളിലെ FMBകളും മുൻ സെറ്റിൽമെൻറ്റ് രേഖകളും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി പരിശോധിക്കുന്നതിനും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അടച്ച് ഡൗൺലോഡ് ചെയ്യുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സർ, റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ചെയ്യേണ്ട 1550 വില്ലേജുകളിൽ 1-2 ഘട്ടങ്ങളായി 839 വില്ലേജുകൾ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുള്ളതും നിലവിൽ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 72.73 ലക്ഷം ലാൻഡ് പാർസലുകളായി 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. സർ, വിശദാംശങ്ങൾ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. സർ, അല്പം ദൈർഘ്യമുള്ളതാണ്, ഞാനത് ചെയ്യുന്നത്. ശ്രീമതി ഉമാ തോമസ്. സർ, ഡിജിറ്റൈസ് ചെയ്ത റവന്യൂ ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ എന്തെല്ലാം സൈബർ സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സർവേയർ, ഹെൽപ്പർ തുടങ്ങിയവരുടെ ശമ്പളം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശമ്പളം നൽകുവാനുള്ള നടപടി ഉണ്ടാകുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ഏതാണ്ട് 2600ഓളം താൽക്കാലിക ജീവനക്കാരാണ് സർ എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം എടുത്തിട്ടുള്ളത്. അവരുടെ സാലറി കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കും. പിന്നെ അത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡാറ്റ എന്ന് പറയുന്നത് സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതീവ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മികച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. വിവരങ്ങൾ സുരക്ഷിതമായി സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഡാറ്റാ സെൻ്ററുകളാണ് സൂക്ഷിക്കുന്നത്. ഇതുകൂടാതെ എല്ലാ ഡാറ്റാബേസിൻ്റെയും ഒരു ബാക്കപ്പ് പ്രത്യേകം തയ്യാറാക്കിയ ബാക്കപ്പ് സെർവറുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. സർ, അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, എൻ്റെ മണ്ഡലത്തിൽ തന്നെ 35 മുതൽ 40 വർഷം വരെയായി കൃഷി ചെയ്യാതെ കിടക്കുന്നതും നിലവിൽ റവന്യൂ രേഖകളിൽ നിലം എന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഭൂമികൾ യഥാർത്ഥ ഭൂവിനിയോഗത്തിന് അനുസൃതമായി പരിശോധിച്ച് അർഹതയുള്ളവരെ തരം മാറ്റി പുരയിടമാക്കി നൽകാനായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല സർ, കേരളത്തിൽ മുഴുവൻ ഇന്ന് 2 ലക്ഷത്തിലധികം അപേക്ഷകളാണ് തരം മാറ്റത്തിന് വേണ്ടി ഇന്ന് കെട്ടിക്കിടക്കുന്നത്. സർ, അത് പരിഹരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലത് നമുക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത അപേക്ഷകളും കാണും. പക്ഷേ വളരെ പെട്ടെന്ന് കൊടുക്കാവുന്ന അപേക്ഷകൾ 5 സെൻറ്റ് 10 സെൻറ്റ് അത് ലഭ്യമായാൽ ഒരു വീട് വയ്ക്കുക എന്നുള്ള ആഗ്രഹം നിറവേറ്റാനുള്ള സാഹചര്യം, അങ്ങനെയുള്ള തരം മാറ്റ അപേക്ഷകൾ പോലും കെട്ടിക്കിടക്കുകയാണ്. സർ, അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ചുരുങ്ങിയത് അത്തരത്തിലുള്ള 25,000-ഓളം അപേക്ഷകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കും. അതിനുവേണ്ടി ജില്ലാ തലങ്ങളിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സർ, ശ്രീ MJ സെബാസ്റ്റ്യൻ. സാർ, നിലവിലുള്ള ഭൂപതിപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ആവശ്യമായ റവന്യൂ, രജിസ്ട്രേഷൻ, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ ഏകോപനം നടത്താൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ബജറ്റിലും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, നിലവിലുള്ള നമ്മുടെ ഭൂ നിയമങ്ങൾ പലതും വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം പഴക്കമുള്ളതാണ്. സർ, കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ട പല നിയമങ്ങളുണ്ട്. സർ, അത്തരം നിയമങ്ങളൊക്കെ പരിഷ്കരിച്ച് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിനനുസൃതമായി മാറ്റുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനെ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
നമുക്ക് ആ കമ്മീഷൻ്റെ വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കും. അതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇവിടെ സൂചിപ്പിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവും സർ. ശ്രീ AD തോമസ്. സർ, ആലപ്പുഴ ജില്ലയിൽ ഡിജിറ്റൽ സർവേയുടെ എത്ര ശതമാനം പൂർത്തിയായിട്ടുണ്ട്? ഡിജിറ്റൽ സർവേ പൂർത്തിയാകാത്തതിന് കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസ്തു രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെടുന്നതും വൈകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് 839 വില്ലേജുകളിലാണ് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് സർ അത് 228 വില്ലേജുകളിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 146 വില്ലേജുകൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ്. നമുക്ക് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് സെക്ഷൻ 9(2) വിജ്ഞാപന പ്രസിദ്ധീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ അതും കൂടി പൂർത്തീകരിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരുന്നുള്ളൂ. ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്ന 221 വില്ലേജുകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പം സമയമെടുക്കുന്നുണ്ട്. 4 വർഷക്കാലമായി ആരംഭിച്ചിട്ട് പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ച മറ്റു തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് അല്പം കാലതാമസമുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ പരാതികളുമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരാതികൾ പരിഹരിച്ചാണെങ്കിലും ഡിജിറ്റൽ സർവേയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ആത്യന്തികമായി അത് ഇന്നത്തെ സർവേ സിസ്റ്റത്തിന് ഗുണം ചെയ്യുന്ന എന്ന് തന്നെയാണ് ഗവൺമെൻറ് കരുതുന്നത്. ശ്രീ പഴകുളം മധു. സർ, ഭൂരേഖകൾ, പോക്കുവരവ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കിയിട്ടുണ്ടോ? സമ്പൂർണ്ണ ഡിജിറ്റൈസേഷന് ശേഷം എന്തെല്ലാം സേവനങ്ങളാണ് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതെന്ന് പറയാമോ? ഈ സേവനങ്ങൾക്കെല്ലാം കേരളത്തിൽ മതിയായ എണ്ണം വില്ലേജ് ഓഫീസർമാരുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാർ, ഞാൻ എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് വളരെ വ്യക്തമായി തന്നെ അനുബന്ധത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ നടത്തുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, സംയോജിത റവന്യൂ പേയ്മെൻറ്റ്, സംയോജിത ഓൺലൈൻ പോക്കുവരവ്, ഓൺലൈൻ തണ്ടപ്പേർ വകുപ്പ്, ലൊക്കേഷൻ മാപ്പ്, ഓൺലൈൻ ഭൂമി തരംമാറ്റം, ഓൺലൈൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഡിജിറ്റൈസേഷൻ കഴിഞ്ഞു സർ. ഇനി അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടില്ല. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ്. ഏത് സംവിധാനവും എത്രയും പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. അതിന് ഡിജിറ്റൈസേഷൻ വളരെ ഗുണം ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഇടയിലുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ എന്നുള്ള ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകും. ശ്രീ K. രാജൻ. സൂചിപ്പിച്ചതുപോലെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് 28 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ 1/3 നമ്മൾ അളന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ റീസർവേ കേരളത്തിലെ റവന്യൂ രംഗത്തെ വിപ്ലവകരമായൊരു ചരിത്രമാണ്. അങ്ങേക്കറിയാം, അങ്ങ് അതിൽ പങ്കാളിയായ ആളാണ്. സ്വാഭാവികമായിട്ടും പ്രിസൻറ്റീവ് ടൈറ്റിൽ നിന്നൊരു കൺക്ലൂസീവ് ടൈറ്റിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയാണ് നമ്മൾ ഡിജിറ്റൽ സർവേ കൊണ്ട് ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 374 വില്ലേജുകളിൽ 9-2 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 600-ലേറെ വില്ലേജുകളിൽ അത് മുന്നോട്ട് പോകുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ കേരളത്തിലൊരു സെറ്റിൽമെൻറ്റ് ആക്ട് ഉണ്ടാകണം. ആ സെറ്റിൽമെൻറ്റ് ആക്ട് സ്വകാര്യ ഭൂമി ക്രമീകരിച്ചുകൊണ്ട് അധികമായി അളന്നു കിട്ടിയാൽ അത് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ആക്ടിന് കഴിഞ്ഞ തവണ നമ്മുടെ സഭ ഏകകണ്ഠമായി രൂപം നൽകി അത് ഗവർണറുടെ മുമ്പിലേക്ക് അയച്ചു. ഗവർണർ ഒപ്പിട്ടിട്ടില്ല. കൺക്ലൂസീവ് ടൈറ്റിലേക്ക് കേരളം പോകണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഇൻ്റഗ്രേറ്റഡ് പോർട്ടലിനും ഡിജിറ്റൽ സർവേക്കും ഒപ്പം അധികമായി കാണുന്ന സ്വകാര്യ ഭൂമിയെ ക്രമവൽക്കരിക്കാനുള്ളൊരു നടപടിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം തുടരും എന്നങ്ങ് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം ഈ നിയമത്തെ കൂടി കേന്ദ്രീകരിച്ചൊരു കൺക്ലൂസീവ് ടൈറ്റിലേക്കുള്ള യാത്ര വേഗതയിലാക്കും. സാർ, അങ്ങോട്ട് സൂചിപ്പിച്ചത് അങ്ങയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് എനിക്കറിയാം. പല ഭൂമി അളക്കുമ്പോഴും വ്യത്യസ്തമായി കാണുന്ന സാഹചര്യമുണ്ട്. അത്തരം ഭൂമികൾ നമുക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അതിന് വേണ്ട ഒരു നിയമം അനിവാര്യമാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാർ. സമ്പൂർണ്ണമായ നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. അതെനിക്ക് മനസ്സിലായി, അതിന് അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനത്ത് 6 ദശാബ്ദം കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള മാറ്റവും അനിവാര്യമാണ്. ആ മാറ്റത്തിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കും. ശ്രീ PK ഫിറോസ്. ഈ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ കാരണം
എൻ്റെ നിയോജകമണ്ഡലത്തിലെ 2 വില്ലേജുകൾ, പ്രത്യേകിച്ച് വാവാട്, രാരോത്ത് വില്ലേജുകളിൽ ആളുകൾക്ക് ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വലിയ പ്രയാസത്തിലാണ്. ലോൺ എടുക്കാൻ പോലും കഴിയാതെ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത് അടിയന്തരമായി പരിഹരിച്ച് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട അംഗം ഫിറോസോട് സൂചിപ്പിച്ച കാര്യത്തിൻ്റെ ബന്ധപ്പെട്ട കാര്യമാണ് സൂചിപ്പിച്ചത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പരാതികൾ ഇപ്പോഴത്തന്നെ വന്നിരുന്നു സർ. അതിനകത്ത് 48,000-ഓളം പരാതികൾ ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞു. ബാക്കി വരുന്ന പരാതികൾ ഒരു 100 ദിവസത്തിനകം തന്നെ പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത്. അത് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സർ ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ശ്രീ അൻവർ സാദർ. സർ, ഒരു നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന റവന്യൂ വകുപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം, വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു വികസനത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടൊരു കാര്യം വരുന്നത്. സർ, അതുപോലെ തരം മാറ്റൽ അതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം വരുമ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള തർക്കങ്ങൾ, ഈ വസ്തുബന്ധമായ തർക്കങ്ങൾ, ഇതിനെല്ലാം വേണ്ടത് സർവേയർമാരാണ് സാർ. ഇന്ന് കേരളത്തിൽ സർവേയർമാരുടെ ഒരു കുറവ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പലപ്പോഴും അതൊരു തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് കൂടുതൽ സർവേയർമാരെ വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ കൂടുതൽ ആക്കം കൂട്ടുവാനും മറ്റുള്ള വിഷയങ്ങൾക്കുമൊക്കെ പരിഹാരമായി പുതിയ സർവേയർമാരെ വെക്കാൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അങ്ങ് അൻവർ സാദത്തോട് സൂചിപ്പിച്ച കാര്യം നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ഒരു സർവേ നടക്കുന്നതിന് താലൂക്ക് ഓഫീസിൽ സർവേറെ കിട്ടുന്നതിന് പല പ്രാവശ്യം വിളിക്കേണ്ട അവസ്ഥയാണ്. സർ, ഇന്ന് തുടങ്ങിയല്ല സർ. കേരളത്തിൽ നമുക്ക് ഈ ഒരു അപര്യാപ്തത, സർവേ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഉള്ള സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് തന്നെ ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2500-ലധികം ആളുകളെ ഇതിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ എടുത്ത് അവരെ വെച്ചുകൊണ്ടാണ് നമുക്ക് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപര്യാപ്തത ശക്തമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്നതിനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.